എന്നെ പാറു ഇതുവരെ നീ റെഡിയായില്ലേ? ഞാൻ റെഡിയാ. എനിക്ക് പ്ലീറ്റ് ഒന്ന് വിളിച്ചാൽ മതി. എന്നാണ് വാ രാഹുലേ നീ കല്യാണത്തിന് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എനിക്ക് അസൈൻമെന്റും പ്രൊജക്ടും സബ്മിറ്റ് ചെയ്യാനുണ്ട്. മോനെ വാടാ, അപ്പച്ചയുടെ മോന്റെ കല്യാണം നമ്മൾ എല്ലാരും പങ്കെടുക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞല്ലോ വരാൻ പറ്റഞ്ഞിട്ടാ. മോനെ 30-35 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഞാൻ ഡ്രൈവ് ചെയ്യേണ്ടതാണ്. നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ആവില്ലേ? അച്ചായി സൂപ്പർ അല്ലേ? 35 അല്ല 100 കിലോമീറ്റർ ആണെങ്കിലും സൂപ്പർ ആയിട്ട് കാർ ഓടിക്കും. എടാ മോനെ നീയും വാടാ, നമുക്ക് പോയിട്ട് പെട്ടെന്ന് പോരാ. ഇന്ന് രാത്രി 12 മണി ഇരുന്നാലേ പ്രൊജക്ട് തീരത്തുള്ളൂ. മതി മതി, അമ്മ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചപ്പാത്തിയും കോഴിക്കറി ഇരിപ്പുണ്ട്. എന്റെ പൊന്നോ, ഞാൻ കഴിച്ചോളാം, നിങ്ങൾ പോയിട്ട് വാ. മോനെ നിന്റെ തീരുമാനമാ വലുത്. കല്യാണവും ആഘോഷങ്ങളൊക്കെ അതിന് മുറക്കി നടന്നോളും. പഠനത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഇവിടെ 2 വർഷം കഴിയുമ്പോൾ ഡോക്ടർ ഉണ്ടാവട്ടെ. 1 അല്ല 2. മീനാക്ഷി നിന്റെ തൊട്ട് പിന്നാലെയുണ്ട്. ഒത്തിരി ആഗ്രഹമായിരുന്നു ആ കല്യാണം കൂടെ, പക്ഷെ ആ പാവത്തിന് ലീവ് കിട്ടിയില്ല. അതൊന്നും സാരമില്ലമ്മേ, ഇന്ന് പോവാൻ നോക്കും. മോള് വരുമ്പോഴേ 2 പേരെയും കൂട്ടി നമുക്ക് ആഡംബരം ചെല്ലണം. അത് ശരിയാ. അപ്പൊ അവരുടെ പിണക്കവും മാറും. അതെ, ഈ പ്ലീറ്റ് ഒന്ന് വിളിച്ചേടാ, നേരെ ആവണില്ല. ആ വരുമ്പോൾ നന്നായിട്ടൊന്ന് വിളിച്ചേ. കണ്ടോ കറക്റ്റ്. ഇവിടെ വലിക്കണം നന്നായിട്ട്. വരട്ടെ വലിച്ചേ. പോരാമേ, ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇറങ്ങാൻ നോക്ക്. എവിടെ പോണാലും ഈ അകത്തും പുറത്തും കയറി നടപ്പാ. സമയത്ത് ഇറങ്ങിയില്ല. നിങ്ങൾക്കൊരു പാന്റ് ഷർട്ട് ഇട്ടാൽ മതി. പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാൻ ഇച്ചിരി താമസം വരും. മതി, ഇറങ്ങാൻ നോക്ക്. താമസിക്കും തോറും ബ്ലോക്ക് പിടിക്കും, അറിയാവോ? നിന്റെ ഒരു ഒരുങ്ങല്. ബാബാ ആ ബ്ലാക്കിക്കുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഉച്ചയാകുമ്പോ എടുത്ത് കൊടുക്കണം കേട്ടോ. മോനെ നീ പഠിക്കാൻ സമയത്ത് വാതിലടച്ച് ലോക്ക് ചെയ്തേക്കണം. എന്നിട്ട് അകത്തേക്ക് പോവുള്ളൂ കേട്ടോ. ശരി അച്ഛൻ. എന്താ അമ്മ ഇത്? കൊച്ചു പിള്ളേർ പറയുന്ന പോലെ. നീ എത്ര വലുതായാലും ഞങ്ങൾക്ക് കുഞ്ഞു തന്നെയാ. പോന്ന് മാറി കേരടിയൊന്നും നേരെ പോയെന്ന് പറഞ്ഞ കേൾക്കില്ല. ഡോറടയ്ക്ക അടയ്ക്ക. അഭിയത്തെ അല്ലെന്തി കണ്ണിമാങ്ങോട് പറഞ്ഞ കേട്ടാ. അമ്മേനെ തന്നപ്പടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വേഗം വാ. മോനെ വിളിക്കാൻ നമുക്ക് കൊറേ നേരമാണ് അവന്റെ ഫോണിനകത്ത് വെക്കേനും. അമ്മക്ക് വരുന്ന എന്നെ വിട്ടു. സാധനം കിട്ടിയോടാ. രമണൻ ചേട്ടൻ പോയ സാധനം കിട്ടാതിരിക്കുവോ? വിദേശിയാ വിദേശി. ഇപ്പൊ ഒരാ സാധനമായിട്ട് പട്ടാഭിഷേകം
പട്ടാഭിഷേകം പട്ടാഭിഷേകം പട്ടാഭിഷേകം. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് നമ്മുടെ സ്വന്തം കന്നിമാങ്ങയുടെ പിറന്നാളാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം മനോഹരമാക്കാൻ രാഹുലിനും കുടുംബത്തിനും 1000 നന്ദി. എനിക്ക് നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിന് നന്ദി. എടേ, ഞാനേ ഗേറ്റ് അടയ്ക്കാതെ പോന്നെ. നീ CCTV നോക്കി. അപ്പോട്ടാ ഇത് കുറെ ബൈക്ക് നമ്മുടെ മുറ്റത്ത്. ബൈക്കോ? ദേ ശരിയാണല്ലോ. എന്തിനാടി പേടിക്കണേ? അവന്റെ കൂട്ടുകാരും വല്ലതും വന്നതായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? നമുക്ക് തിരിച്ചു പോകാം. നീ എന്ത് വർത്താനേ പറയുന്നത്? നമ്മള് അപ്പച്ചിയുടെ മോന്റെ കല്യാണത്തിന് ഇറങ്ങിയിട്ട് ഇനി തിരിച്ചു പോണത് ശരിയാണോ? നമുക്ക് കല്യാണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാം. മനസ്സമാധാനം കിട്ടുന്നില്ല. നമുക്ക് കല്യാണം കൂടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് റിസപ്ഷന് പോവാം. എടി, അപ്പച്ചി എല്ലാവരും നമ്മളെ നോക്കിയിരിക്കും. തന്നെയുമല്ല, അവന് ഒരുത്തനോളം ആയവനല്ലേ. അപ്പോട്ടൻ അതും ഇതൊന്നും പറയണ്ട. വണ്ടി തിരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ അപ്പോട്ടൻ പൊക്കോ, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം. നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നമ്മളെ വിളിക്കില്ലേ? അല്ലെങ്കിൽ വേണ്ടപ്പാ, നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, ബാ. കഴിക്ക്, എടുത്ത് അടിക്ക്. തമ്പൂരന്മാരും പട്ടാഭിഷേകം താമരവും കൊമ്പും നീരാളിപ്പട്ടും കുന്നും പോലും ആരപ്പൂര തമ്പൂത്തി തമ്പൂരന്മാരും അധികം കണ്ടിമാലേക്ക് കട്ടാഭിഷേകം. പട്ടാഭിഷേകം കണ്ടുമാലേക്ക്. Play the music! Enjoy the party!
ചായ എന്റെ മക്കളിങ്ങനെ വന്ന് നീ എന്താണ് ഇങ്ങനെ? വറ്റിപ്പോയ ചായ നിന്നെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു അന്തരീക്ഷത്തിലാണ് മോനെ നിന്നെ ഞാൻ കണ്ടത്. നീ എന്താടാ ഇങ്ങനെ? നീ ഞങ്ങളെ പറഞ്ഞ് ചതിക്കാറില്ലേ? നിന്റെ കൂട്ടുകാര് ആരൊക്കെ? ഇവരുടെയൊക്കെ വീട് എവിടെയാ? കോളേജിന്റെ അടുത്താ. മക്കളെ, എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്തത് ശരിയാണോ? ചെയ്തത് ശരിയാണോ? ഇവന്മാരുടെ അച്ഛനും അമ്മയും വിളിച്ചെടുത്തു, അവരും കാട്ടില്ലല്ല. അങ്കിൾ പ്ലീസ് 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 ഒന്ന് പറയടാ. പോയി പിടിക്കണ്ട, കാലൊന്നും പിടിക്കണ്ട. പ്ലീസ് ഞാൻ നിങ്ങളെ ആര് ഉപദ്രവിക്കുന്നില്ല. മക്കളെ, നിങ്ങൾ തിരിച്ചറിവുള്ളവരാ. ഒരു പക്ഷേ ഈ കാട്ടിക്കൂട്ടത് മുഴുവൻ നിങ്ങളുടെ പ്രായത്തിന്റെ ചാവല്യങ്ങളായിരിക്കും. നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ പോകാൻ സമയം ആയിരിക്കുന്ന മദ്യക്കുപ്പി കൂടി എടുത്തോളാം.